അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് ഉമ്മൻചാണ്ടി സ്ഥാനം നൽകുന്നുവെന്ന് കോടിയേരി. അതുകൊണ്ടാണ് ജിജി തോംസന് സ്ഥാനം നൽകിയതെന്നും ചക്കിക്കൊത്ത ശങ്കരനാണ് ജിജി തോംസനെന്നും കോടിയേരി പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ അഴിമതിക്ക് കൂട്ടുനിന്ന ഓരോരുത്തർക്കും പ്രത്യേക സ്ഥാനങ്ങൾ കൊടുത്ത് ആദരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഗവൺമെൻറ് നടത്തിയ എല്ലാ അഴിമതിക്കും കൂട്ടുനിന്ന ജിജി തോംസനെ ഇത്തരത്തിലൊരു ഉന്നത പദവി കൊടുത്ത് ഈ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടിക്ക് പറ്റിയ ആളാണ് ജിജി തോംസൺ. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറയുന്ന പോലെയാണ് ഉമ്മൻചാണ്ടി കൊത്ത ആളാണ് ജിജി തോംസൺ. വിവരാവകാശ കമ്മീഷൻ സ്ഥാനത്തേക്ക് വിൻസൻ പോളിനെയും നിശ്ചയിച്ചു. ബാർ കോഴക്കേസിൽ കെ ബാബുവിനെയും ഗവൺമെൻറ്റിനെയും വഴിവിട്ട് സഹായിച്ചതിനുള്ള പ്രത്യുപകാരം എന്നുള്ള നിലയിലാണ് വിൻസൻ പോളിനെ ഈ സ്ഥാനത്തേക്ക് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ കൊടുത്ത് അവരെല്ലാം പ്രീതിപ്പെടുത്തുക, എന്നെ സഹായിച്ചാൽ തിരിച്ച് അങ്ങോട്ട് സഹായിക്കാം എന്താണ് ഉമ്മൻചാണ്ടിയുടെ സമീപനം. ഇന്ന് സിപിഎമ്മിന്റെ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏത് ഘട്ടം വരെ എത്തി? ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ച് തുടങ്ങുള്ളൂ. അത് സംബന്ധിച്ചിട്ടുള്ള ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അതിനുശേഷം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ അന്തിമ രൂപം കൊടുക്കും. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് LDF-നകത്ത് ചർച്ച ചെയ്യും. LDF ചർച്ച ചെയ്തുകൊണ്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. പാർട്ടിയും അത് സംബന്ധിച്ചുള്ള തീരുമാനം 1-ാം തീയതി ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും 2-ാം തീയതി ചേരുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും അത് സംബന്ധിച്ച തീരുമാനമെടുക്കും. അല്ല, അതൊക്കെ LDF-ൽ ആദ്യം ആലോചിക്കും, അതിനുശേഷം തീരുമാനമെടുക്കും. പാർട്ടിയുടെ കമ്മിറ്റികളിലും മറ്റും ഉയർന്ന ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രായപരിധി? അതൊക്കെ ഈ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇപ്പം അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കോടിയേരിയുടെ വാക്കുകളുടെ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട്. സർലിംഗ്, പ്രത്യേകിച്ച് ജിജി തോംസന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഒപ്പം മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ കോടിയേരി പറഞ്ഞ കാര്യങ്ങൾ. സൗമ്യ, ഡൽഹിയിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പാണ് കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ജിജി തോംസന് ക്യാബിനറ്റ് പദവിയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഉപദേശക സ്ഥാനം നൽകിയതിന് പിന്നിൽ ഉമ്മൻചാണ്ടി അഴിമതിക്ക് സഹായിക്കുന്നവരെ ആദരിക്കുന്ന പ്രക്രിയയുടെ തുടർച്ച മാത്രമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉയർത്തി. ഇക്കാര്യത്തിൽ പാർട്ടി ചർച്ച ആരംഭിച്ചിട്ടില്ല. 1-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റും 2-ാം തീയതി സമിതിയും ചേരുന്നുണ്ട്. അപ്പോഴായിരിക്കും പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായി പാർട്ടി ഒരു ലിസ്റ്റ്, സ്ഥാനാർത്ഥി പട്ടികയുടെ ലിസ്റ്റ് അടക്കം പുറത്തിറക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. സൗമ്യ, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ തീരുമാനം നിയമപരമല്ലെന്ന് VS കോടതിയിൽ. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് നൽകാൻ മുഖ്യമന്ത്രി അനാവശ്യ തിടുക്കം കാട്ടിയെന്നും VS പറഞ്ഞു. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേർന്നു. ജീവൻ, വിശദാംശങ്ങൾ. ഹലോ ജീവൻ, വിവരങ്ങൾ. സൗമ്യ, വിജിലൻസ് പാറ്റൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള VS-ന്റെ അഭിഭാഷകന്റെ വാദമാണ് രാവിലെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ വിജിലൻസിന്റെ അഭിഭാഷകൻ VV ശശീന്ദ്രൻ ഇപ്പോൾ വിജിലൻസിന്റെ വാദമുഖങ്ങൾ നിരത്തുകയാണ്. പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ഉയർത്തിയത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അധികാര ദുർവിനിയോഗം നടത്തി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് പാറ്റൂർ കേസിൽ പെർമിഷൻ നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ഇടപെട്ടത്. കാരണം ഈ ഭൂമിയിൽ റവന്യൂ, വാട്ടർ അതോറിറ്റി, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റുകൾ, ഈ 3 ഡിപ്പാർട്ട്മെന്റുകളുടെയും എതിര് റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ 3 മന്ത്രിമാരും ഇതുമായി ബന്ധപ്പെട്ട 3 മന്ത്രിമാരും ഈ ഫയൽ കണ്ടിട്ടുമില്ല. 18/2/2014 കോൺസ്റ്റിറ്റ്യൂട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റിയാണ് പാറ്റൂർ കേസ് സംബന്ധിച്ച
ഫയലുകൾ പരിശോധിച്ചത്. ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജില്ലാ കളക്ടർ, MD വാട്ടർ അതോറിറ്റി എന്നിവരായിരുന്നു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 8/4/2014 സമിതിയുടെ ആദ്യ യോഗം ചേർന്നപ്പോൾ MD വാട്ടർ അതോറിറ്റിക്ക് പകരമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹാജരായി. നൽകിയ ഒരു റിപ്പോർട്ട് ഈ ഭൂമിയിൽ മേൽ വാട്ടർ അതോറിറ്റിക്ക് അധികാരമില്ല എന്നതായിരുന്നു. ആ റിപ്പോർട്ട് 29/4/2014 ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. അന്നേ ദിവസം തന്നെ ചീഫ് സെക്രട്ടറി അത് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും മുഖ്യമന്ത്രി വളരെ വേഗം ഈ ഫയലിൽ തീരുമാനമെടുത്തുകൊണ്ട് പാറ്റൂർ ആർടെക്കിന് ഭൂമി കൈമാറുന്നതിനുള്ള ഇടപാടുകൾ നടത്തി എന്നതുമാണ് പ്രതിപക്ഷ നേതാവ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ കോടതി പരിഗണനയ്ക്കെടുക്കുന്നത്. എന്നാൽ ഇതിൽ നിയമപരമായി മറ്റ് തടസ്സങ്ങളില്ലെന്നും 2008 തന്നെ ഈ കാര്യത്തിൽ കോടതിയുടെ 2008 തന്നെ ഇതിൽ 40 ലക്ഷം രൂപ പിഴ അടയ്ക്കാനായി വാട്ടർ അതോറിറ്റി പറഞ്ഞിരുന്ന ഭൂമിയാണെന്നും ഹൈക്കോടതിയുടെ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പരിഗണിക്കേണ്ടി വന്നു എന്നതുമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ കാര്യത്തിലുള്ള വിജിലൻസ് അഭിഭാഷകൻ ഇപ്പോൾ വാദമുഖങ്ങൾ നിരത്തുന്നത്. അതുകൂടാതെ തന്നെ FIR അനിൽകുമാർ വേഴ്സസ് അയ്യപ്പ എന്ന കേസിന്റെ ഭാഗമായി തന്നെ ഈ കേസിൽ പ്രോസിക്യൂഷൻ സാങ്ഷന് നിലവിൽ ഈ മന്ത്രിസഭയുടെ കാലത്ത് നടന്ന കേസായതിനാൽ ഇതിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഇല്ലാതെ തന്നെ ഇതിൽ FIR രജിസ്റ്റർ ചെയ്യാനാവില്ല എന്ന ഒരു വാദം ഇതിൽ വിജിലൻസിന്റെ അഭിഭാഷകൻ ഉയർത്തുന്നുണ്ട്. ആ വാദവും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. വാദം തുടരുകയും ചെയ്യുന്നു. സൗമ്യ ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ബീഫ് കഴിച്ചതിന് ബംഗളൂരുവിൽ 3 വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരം. വിവരങ്ങളുമായി എന്നെ ഉണ്ണികൃഷ്ണൻ ചേർന്നുണ്ട്. വിവരങ്ങൾ. ബംഗളൂരുവിലെ സ്വകാര്യ കോളേജിൽ വിദ്യാർത്ഥികളായ 3 മലയാളികൾക്കാണ് ബീഫ് കഴിച്ചെന്ന പേരിൽ ഒരു സംഘം ആളുകൾ ആക്രമണം നടത്തിയത്. മെർവിൻ മൈക്കിൾ ജോയ്, നിഖിൽ, മുഹമ്മദ് ഷഹീർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇതിൽ മെർവിൻ മൈക്കിൾ ജോയുടെ നില ഗുരുതരമാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മെർവിൻ മൈക്കിൾ ജോയിയെ നിംഹാൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു 2 പേരും ബൗറിംഗ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം ഇവർ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നിടത്ത് വെച്ച് ബീഫ് പാചകം ചെയ്ത് കഴിച്ചു എന്ന പേരിൽ ഇന്ന് രാവിലെ വീട്ടിലെത്തിയ ഒരു സംഘം ഇവരെ 3 മർദ്ദിക്കുകയായിരുന്നു. ദണ്ഡുകളും മാരകായുധങ്ങളുമായിരുന്നു ആക്രമണം. ബീഫ് പാകം ചെയ്യാൻ പാടില്ലെന്നും ബീഫ് കഴിക്കാൻ പാടില്ലെന്നും ഇവർ ബീഫ് കഴിച്ച ശേഷം ക്ഷേത്ര പരിസരത്ത് പോയി എന്നും പറഞ്ഞായിരുന്നു ആക്രമണം എന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. ബൗറിംഗ് ആശുപത്രിയിലാണ് 3 പേരെയും പ്രവേശിപ്പിച്ചതെങ്കിലും മെർവിൻ മൈക്കിൾ ജോയുടെ നില ഗുരുതരമായതിനാൽ നിംഹാൻസിലേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മലയാളി വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് ബംഗളൂരുവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണങ്ങൾ നടക്കുന്നതായി വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട്. എന്താണ് കാരണം തങ്ങൾക്കറിയില്ലെന്നും ഇവർ പറയുന്നു. ഏതായാലും ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ രാജ്യത്ത് വീണ്ടും ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായി നമുക്ക് ബാംഗ്ലൂരുവിലെ ഈ ആക്രമണത്തെ കാണേണ്ടി വരും. സൗമ്യ. ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സംവിധായകൻ രാജേഷ് പിള്ള അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു സംവിധായകൻ രാജേഷ് പിള്ള. രോഗം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരത്തു നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ PVS ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ 11:45 ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിച്ചു. 2005 പുറത്തിറങ്ങിയ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നുവന്ന രാജേഷ് പിള്ള മലയാള സിനിമാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ട്രാഫിക്, മിലി എന്നിവയ്ക്ക് പുറമെ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ വേട്ടയും സംവിധാനം ചെയ്തു. മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത്, നിവിൻ പോളി, ആസിഫ് അലി തുടങ്ങിയ താരങ്ങൾക്ക് പുറമെ സംവിധായകരായ രഞ്ജി പണിക്കർ, സിദ്ദിഖ്, ആഷിഖ് അബു, മുൻ MP രാജീവ് എന്നിവരും രാജേഷ് പിള്ളയെ സന്ദർശിക്കാനെത്തിയിരുന്നു. സംവിധായകൻ സിബി മലയിൽ രാജേഷ് പിള്ളയെ അനുസ്മരിച്ചു. രാജേഷ് പിള്ള മലയാളത്തിലെ യുവ സംവിധായകരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിരുന്നു. ട്രാഫിക് പോലെ മലയാള സിനിമയുടെ ഗതി തിരിച്ചുവിട്ട ഒരു ട്രെൻഡ് സെറ്ററായ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിലാണ് രാജേഷ് ഭാവിയിൽ സ്മരിക്കപ്പെടുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം തിയേറ്ററുകളിലെത്തി നല്ല പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തന്നെ അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു പോയത് വലിയ ദുഃഖം മലയാള ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒന്നാകെ ഉണ്ടാക്കിയിരിക്കുന്നൊരു ഘട്ടമാണത്. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 11 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം 11:30 രവിപുരത്തെ ശ്മശാനത്തിൽ സംസ്കരിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സമകാലിക മലയാള സിനിമയിലെ മാറിനടക്കലായിരുന്നു രാജേഷ് പിള്ള. 11 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 5 സിനിമകൾ മാത്രം ചെയ്ത രാജേഷ് പിള്ള ശ്രദ്ധേയനാകുന്നതും അതുകൊണ്ട് തന്നെ.
11 വർഷത്തെ സിനിമാ ജീവിതം, 5 സിനിമകൾ മാത്രം, 4 മലയാള സിനിമകൾ, ഒരു ഹിന്ദി ചിത്രം. രാജേഷ് ഒരിക്കലും ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. സിനിമയിൽ ജീവിച്ചു. അവസാന സിനിമ റിലീസാവുന്നയന്ന് ആശുപത്രിയിലായി. പിറ്റേ ദിവസം ലോകത്തോട് വിട പറഞ്ഞു. ഹൃദയത്തിൽ സൂക്ഷിക്കാനെന്ന ശരാശരി സിനിമ സംവിധാനം ചെയ്യുമ്പോൾ രാജേഷിന് വയസ്സ് 29 പിന്നീട് 6 വർഷം വേണ്ടി വന്നു സമകാലിക മലയാള സിനിമയെ വഴിമാറ്റി നടത്തിയ ട്രാഫിക് പുറത്തുവരാൻ. ഒരു സിനിമയിൽ നിരവധി കഥകൾ, കഥാപാത്രങ്ങളുടെ സൂക്ഷ്മ നിർമ്മിതി, സമകാലിക ജീവിതത്തിലെ പൊരുത്തവും പൊരുത്തക്കേടുകളും പറയുന്ന തിരക്കഥ. യുക്തിഭദ്രമായി സിനിമയെ അവതരിപ്പിക്കാൻ രാജേഷ് പിള്ള എന്ന സംവിധായകന് കഴിഞ്ഞുവെന്ന് 100% പറയാവുന്ന കഥ. അവിടെ നിന്നും സ്ത്രീ കേന്ദ്രീകൃത സിനിമ മിലിയിലേക്ക്. അമല പോൾ എന്ന വാണിജ്യ സിനിമാ നായികയ്ക്ക് സിനിമയിലെ പുനർജനിയായിരുന്നു മിലി എന്ന ചിത്രം. ട്രാഫിക് ഹിന്ദി റീമേക്കിന് ശേഷമായിരുന്നു മഞ്ജുവിനെ കേന്ദ്ര കഥാപാത്രമാക്കിയ വേട്ട ഇക്കഴിഞ്ഞ ദിവസം പ്രേക്ഷകരിലേക്ക് എത്തിയത്. കഥാപാത്രങ്ങളുടെ ആന്തരിക ചോദനകളെ, യാഥാസ്ഥിതിക മലയാളി മനസ്സുകളെ ശല്യപ്പെടുത്താതെ വേട്ടയിൽ അവതരിപ്പിക്കാൻ രാജേഷ് പിള്ളയ്ക്ക് കഴിഞ്ഞു. വേട്ടയുടെ ഷൂട്ടിങ്ങിനിടയിൽ പല ദിവസങ്ങളിലും രാജേഷ് ആശുപത്രിയിൽ നിന്നാണ് സെറ്റിലെത്തിയിരുന്നത്. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലും സിനിമയോടുള്ള അനുരാഗമായിരുന്നു രാജേഷിനെ മുന്നോട്ട് നയിച്ചതും. അവസാന സംരംഭമായ വേട്ട ഒരു മരണക്കളിയാണ്. കഥാപാത്ര മരണങ്ങൾക്കൊപ്പം ഒരു പിടി നല്ല സിനിമകൾ സമ്മാനിച്ച് രാജേഷ് പിള്ളയും വിട പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. ജിജി തോംസനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിച്ചു. ക്യാബിനറ്റ് പദവിയോടെയാണ് നിയമനം. ജിജി തോംസൺ മറ്റന്നാൾ വിരമിക്കാനിരിക്കെയാണ് നിയമനം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെട്ട പാമോലിൻ കേസിലെ പ്രതിയാണ് ജിജി തോംസൺ. ക്യാബിനറ്റ് പദവിയോടെയാണ് ജിജി തോംസനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജിജി തോംസൺ വിരമിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഉന്നത പദവി നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ എൽ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാണ്. എന്നാൽ ഇദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയില്ല. നേരത്തെ ജിജി തോംസന്റെ കാലാവധി 3 മാസത്തേക്ക് നീട്ടാൻ നീക്കം നടന്നിരുന്നു. ഇതിനെതിരെ പ്രതിപക്ഷത്തു നിന്നുൾപ്പെടെ പല കോണുകളിൽ നിന്നും ശക്തമായ എതിർപ്പുകളും ഉയർന്നു. പിന്നീട് മന്ത്രിസഭ തീരുമാനം മാറ്റുകയായിരുന്നു. 1980 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ ജിജി തോംസനെ കഴിഞ്ഞ ജനുവരിയിലാണ് ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത്. അഴിമതിക്കാർക്ക് അഴിമതിക്കാരെ മാത്രമേ ഒപ്പം കൂട്ടാനാവൂ എന്നായിരുന്നു ജിജി തോംസന്റെ പുതിയ പദവിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഉമ്മൻചാണ്ടിയുടെ ഭരണം എത്രയേറെ മുന്നോട്ട് പോകുന്നുവോ അതനുസരിച്ച് നിയമനങ്ങളും അങ്ങനെ 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 നിരന്തരം നടന്നുകൊണ്ടിരിക്കും. അഴിമതിക്കാർക്ക് കൂട്ടായി അതുപോലുള്ള ആളുകളല്ലേ സ്വാഭാവികമായും വരൂ. വഴിവിട്ട നിയമനം അംഗീകരിക്കാനാവില്ലെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. തൊണ്ടയാടിന് സമീപത്ത് വെച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. മൂലമറ്റത്ത് KM മാണിക്കെതിരെ പോസ്റ്റർ. PJ ജോസഫിനെ അനുകൂലിക്കുന്ന പോസ്റ്റർ കേരള കോൺഗ്രസിന്റെ പേരിലുള്ളതാണ്. PJ ജോസഫിന്റെ നന്മ ബാർകോഴ കൊണ്ട് വിലക്കെടുക്കാനാകില്ല എന്ന് പോസ്റ്ററിൽ പറയുന്നു. കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി. ജോസഫ് വിഭാഗത്തെ ആരെങ്കിലും മുന്നണിയിലേക്ക് ക്ഷണിച്ചാൽ അത് നല്ല കാര്യമെന്ന് ഫ്രാൻസിസ് ജോർജ്. PC ജോസഫിനും ഫ്രാൻസിസ് ജോർജിനും മത്സരിക്കാൻ സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാക്കൾ KM മാണിക്ക് കത്ത് നൽകി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ്. കേരള കോൺഗ്രസ് ജോസഫ് മാണി വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം മൂർധന്യാവസ്ഥയിലെത്തിയ ഘട്ടത്തിലാണ് ജോസഫ് വിഭാഗം നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നത്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാനാവില്ലെന്നും 6 സീറ്റ് വേണമെന്ന കാര്യത്തിൽ പുറകോട്ട് പോകേണ്ടതില്ലെന്നുമാണ് ഇവരുടെ തീരുമാനം. ഈ നിലപാട് പരസ്യമായി കഴിഞ്ഞ ദിവസം നേതാക്കൾ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ജോസഫ് വിഭാഗത്തെ ഏതെങ്കിലും മുന്നണികൾ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് ഫ്രാൻസിസ് ജോർജ് തുറന്നു പറഞ്ഞത്. നല്ല കാര്യം, ക്ഷണിക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? എന്തോ അതൊക്കെ വരട്ടെ, എല്ലാവരും ക്ഷണിക്കട്ടെ, അതൊക്കെ നല്ല കാര്യമല്ലേ? ഇടതു നേതാക്കളുമായി മുന്നണി മാറ്റം സംബന്ധിച്ച രഹസ്യ ചർച്ചകൾ നടന്നുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണം. ഇത് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന് മുന്നോടിയായുള്ള പ്രതികരണമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. അതേസമയം മാണിയോട് അടുത്ത ബന്ധം പുലർത്തുന്ന കേരള കോൺഗ്രസ് എമ്മിലെ ജില്ലാ നേതാക്കൾ ഫ്രാൻസിസ് ജോർജിനും PC ജോസഫിനും ഇത്തവണ മത്സരിക്കാൻ സീറ്റ് നൽകരുതെന്ന ആവശ്യം ഇതിനോടകം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണയും താൻ മത്സരരംഗത്തുണ്ടാകുമെന്ന സൂചനയാണ് ഫ്രാൻസിസ് ജോർജ് വീണ്ടും നൽകിയത്.
അല്ല, അതൊക്കെ പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, അത്രേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. പരിയാരം മെഡിക്കൽ കോളേജിൽ UDF ഭരണസമിതി നടത്തിയ നിയമനങ്ങളിൽ വൻ ക്രമക്കേട്. കെ സുധാകരൻ മന്ത്രിയായിരിക്കെ റാങ്ക് ലിസ്റ്റ് മറികടന്ന് പ്രവർത്തകർക്ക് ജോലി നൽകി. ചട്ടം ലംഘിച്ച് സുധാകരൻ നൽകിയ ശുപാർശ കത്തുകളുടെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. പരിയാരം മെഡിക്കൽ കോളേജിൽ UDF ഭരണസമിതി നടത്തിയ നിയമനങ്ങളിൽ വൻ ക്രമക്കേട് നടന്നുവെന്നതിന്റെ തെളിവുകളാണ് പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നത്. വിവിധ തസ്തികകളിൽ കോൺഗ്രസ് നേതാക്കളുടെ ശുപാർശ പ്രകാരം അനർഹരെ തിരികെ കയറ്റിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ MDക്ക് നൽകിയ നിരവധി ശുപാർശ കത്തുകളുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. നഴ്സിംഗ് അസിസ്റ്റന്റ്, ഫാർമസി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിൽ റാങ്ക് ലിസ്റ്റ് മറികടന്ന് നിയമനം നൽകണമെന്നായിരുന്നു സുധാകരന്റെ കത്തിലുള്ളത്. സുധാകരൻ നിർദ്ദേശിച്ച ഭൂരിഭാഗം പേർക്കും പരിയാരത്ത് അനധികൃതമായി നിയമനം ലഭിച്ചെന്നും ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. മന്ത്രി പദവി ദുരുപയോഗം ചെയ്താണ് കെ സുധാകരൻ അനധികൃത നിയമനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, സജീവ് ജോസഫ് തുടങ്ങിയവരും കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി ഇടപെട്ടതായി തെളിഞ്ഞു. നിയമന കാര്യങ്ങളിലെന്ന പോലെ വിദ്യാർത്ഥി പ്രവേശനത്തിലും കെ സുധാകരനും കോൺഗ്രസ് നേതാക്കളും അനധികൃതമായി ഇടപെട്ടതിന്റെ രേഖകളും പീപ്പിളിന് ലഭിച്ചിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. കേരളത്തിന്റെ സഹിഷ്ണുത രാജ്യത്തിന് തന്നെ മാതൃകയെന്ന് രാഷ്ട്രപതി. എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്നതാണ് രാജ്യത്തിന്റെ പാരമ്പര്യമെന്നും പ്രണബ് മുഖർജി പറഞ്ഞു. കേരള ടൂറിസത്തിന്റെ മുസിരീസ് പൈതൃക പദ്ധതി കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ULC സൈബർ പാർക്കിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി ഇന്ന് നിർവഹിക്കും. Kerala has through the ages demonstrated a remarkable ability to adapt to new traditions and values in every sphere of human thought and endeavor. The spirit of tolerance and Catholicity of outlook of the people of Kerala is a model for the rest of the country. പട്ടം ശാസ്ത്രഭവനിൽ നടത്താനിരുന്ന അനധികൃത നിയമനങ്ങൾ ഡിവൈഎഫ്ഐ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചു. സയന്റിസ്റ്റ് B തസ്തികയിൽ ഇന്ന് നടത്താനിരുന്ന ഇന്റർവ്യൂ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. ശാസ്ത്രഭവനിൽ അനധികൃത നിയമനങ്ങൾ നടക്കുന്നതിനെപ്പറ്റി പീപ്പിൾ TVയാണ് വാർത്ത പുറത്തുവിട്ടത്. കൊച്ചി ഉദയംപേരൂർ IOC പ്ലാന്റിൽ കരാർ തൊഴിലാളികൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ലോറി ഉടമകളും തൊഴിലാളികളും നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. സ്വർണ്ണ വജ്ര വ്യാപാര രംഗത്തെ പ്രമുഖരായ മലബാർ ഗ്രൂപ്പ് തൃശൂരിൽ ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പിന് തുടക്കം കുറിച്ചു. കുട്ടനെല്ലൂരിൽ ഒരുങ്ങുന്ന പദ്ധതിയുടെ ശിലാസ്ഥാപനം വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. കേരളത്തിലെ പ്രഥമ സ്വകാര്യ ഐപാർക്ക് ടൗൺഷിപ്പിൽ പ്രവർത്തനം ആരംഭിക്കും. ബിസിനസ് പാർക്ക്, കൺവെൻഷൻ സെന്റർ, ഷോപ്പിംഗ് മാൾ, മൾട്ടിപ്ലക്സ്, പാർപ്പിട സമുച്ചയങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ടൗൺഷിപ്പ് എന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് അറിയിച്ചു. കേരള അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ തൃശൂർ സോണിന്റെ മീഡിയ നൈറ്റ് 2016 പരിപാടി തൃശൂരിൽ നടന്നു. മികച്ച വ്യവസായിക്കുള്ള K3A അവാർഡ് ഗൃഹോപകരണ വിപണന രംഗത്ത് സജീവ സാന്നിധ്യമായ ഗോപു നന്ദിലേത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലേത്തിന് സമർപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ അവാർഡ് കൈമാറി. K3A സംസ്ഥാന സെക്രട്ടറി രാജു മേനോൻ, സംസ്ഥാന പ്രസിഡന്റ് സുന്ദർകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.